നാദബ്രഹ്മ ഫൗണ്ടേഷൻ അതിൻ്റെ 38 വർഷത്തെ സംഗീത സാധനയുടെ അഭിമാന യാത്ര അത് പൂർത്തിയാക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സുദിനത്തിൽ 38 അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് എനിക്കതിൽ. ആദ്യമേ തന്നെ മദേഴ്സ് ഡേയുടെ, മാതൃദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എന്ന നിലയ്ക്ക് ഇന്ന് അനേകം പരിപാടികളിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് സങ്കടമായിരുന്നു, ഒരു പരിപാടി പോലും അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ഇതുവരെ, ഇന്ന് രാവിലെ തൊട്ട് ഈ നേരം വരെ ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് അമ്മമാരുടെ ദിനമായിട്ട് അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഞാൻ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ അതിൽ ഏറെ സന്തോഷമുണ്ട്. കറക്റ്റ് ആ ദിവസം തന്നെ പരിപാടി വെച്ച് അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സമ്മിശ്ര വികാരമാണ് വരുന്നത്. എൻ്റെ മുമ്പിൽ അനേകം അമ്മമാരെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ ഒപ്പം തന്നെ 2 പേരും കൂടി ജനിക്കുന്നു. ആരൊക്കെയാണ്? ഒരു അമ്മയും ഒരു അച്ഛനും ജനിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്ന ആ മുഹൂർത്തത്തിൽ, എന്ന് വെച്ചാൽ എൻ്റെ ജോലി അതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ മേയറായത്. അപ്പോൾ അമ്മമാരുടെ അത്ര നേരം പ്രസവവേദന അനുഭവിച്ചുകൊണ്ട് ഒടുവിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ, ആ കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയുടെ കണ്ണീരും ചിരിയും, സന്തോഷം കൊണ്ടുള്ള ചിരിയും കാണാനുള്ള അനേകം അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് സന്തോഷം കൊണ്ട് കരയുന്നതാണോ അതോ വേദന കൊണ്ട് ദുഃഖിച്ച് ആ ഒരു ചിരിയാണോ കരച്ചിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. സന്തോഷക്കണ്ണീരെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വികാരമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴുള്ള വേദനയോട് കൂടിയുള്ള ആ ചിരി, അത് മനസ്സിൽ നിന്ന് മായാത്ത ഒന്നാണ്. അത് എത്ര ക്യാമറകൾക്കും അതങ്ങനെ, അത് റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അനേകം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുത്ത ഒരു ആളെന്ന നിലയിൽ ഇന്നത്തെ ദിവസം എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഏകദേശം എല്ലാവരും പ്രായമായിട്ടുള്ള അമ്മമാരാണ് മുമ്പിലിരിക്കുന്നത്. ജീവിതത്തിൻ്റെ കുറേ യാതനകളും, അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല, നമ്മുടെ രീതിയിലുള്ള അർത്ഥം എന്ന് പറയുന്ന അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം കരുതൽ, ത്യാഗം, സ്നേഹം, ഇതൊക്കെയാണ് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. അമ്മയുടെ പോലെയുള്ള സ്നേഹം ലോകത്തിൽ അത്രത്തോളം സ്നേഹം അതിനോട് താരതമ്യം ചെയ്യാൻ, മറ്റൊരു സ്നേഹം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, അല്ലെങ്കിൽ തിരിച്ചൊന്നും കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ കണ്ടുള്ള സ്നേഹം, നോൺ കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്, അതാണ് അമ്മമാരുടെ സ്നേഹം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ എനിക്ക് കാണുമ്പോൾ കുറേ അധികം പ്രസവിച്ചിട്ടുള്ള അമ്മമാരാണ് എന്ന് ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. കാരണം കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരായതുകൊണ്ട് ഒരു 5, 8, 9, 10 പ്രസവിച്ചിട്ടുള്ള അമ്മമാരായിരിക്കണം. എത്ര പ്രസവ വേദന എടുത്തിട്ടുണ്ടാവും അവർ. മക്കളെ വളർത്താനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു മാതൃദിനത്തിൽ മാത്രം ഓർക്കേണ്ട ഒന്നല്ല, മക്കൾ എല്ലാ ദിവസവും ഓർക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഞാൻ 2 മക്കളെ വളർത്തിയ ആളെന്ന നിലയിൽ മക്കളെ വളർത്താനുള്ള ജോലിയുടെ ഇടയിൽ വെച്ച് വർക്ക് ലൈഫ് ബാലൻസ്, അതും രാവും പകലുമില്ലാത്ത ജോലിയായിരുന്നു. നിങ്ങൾക്കറിയാം, പ്രസവവേദന പൊതുവേ രാത്രി സമയങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ പോയിരുന്ന് പ്രസവ സമയത്ത് സുഖപ്രസവമായാലും അത് ഓപ്പറേഷനായാലും അവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അതുണ്ടാവും. പക്ഷെ ഞാൻ ആ ബുദ്ധിമുട്ടൊന്നും കുട്ടികളെ അറിയിക്കാതെ കണ്ട്, കുടുംബത്തിൽ വരുത്താതെ കണ്ട് അത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ ഒരു അമ്മ വീട്ടിൽ എന്തൊക്കെ പണികൾ ചെയ്യണം അതിലും ഉപരി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് പോയിരുന്നത്, ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അനേകം 27 വർഷത്തോളം അത്ര പെരുത്ത് ഒരു അമ്മ എന്ന നിലയിൽ മക്കളുടെ ആരോഗ്യ കാര്യത്തിൽ, അതുപോലെ തന്നെ മക്കളുടെ പഠന കാര്യത്തിൽ, മക്കളുടെ ഓരോ ചുവടുവെപ്പിലും ഞാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. വീട്ടിലെ എല്ലാ ജോലികളും എടുത്തിരുന്നു. വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ എല്ലാ പണികളും എടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ജോലിയും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും കൊണ്ട് നടന്ന് ഏകദേശം 27 വർഷത്തോളം ഈ ഒരു ബുദ്ധിമുട്ട്, ഏത് രാഷ്ട്രീയ സാമൂഹിക മേഖല, ജോലി
95 മുതൽ ആരംഭിച്ചതാണ്. അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവർക്കും അനേകം കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ കഥകൾ പറയാനുണ്ടാവും. നിങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് എനിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ചിലരത് തുറന്നു പറയും, ചിലരത് പറയില്ല. നമുക്കറിയാം ഒരു കുഞ്ഞിനെ വളർത്തിയുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം അനേകം പ്രസവിച്ചവരായിരിക്കണം എൻ്റെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ ആ എടുത്ത ദൗത്യം, പലരും പലധികം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ജോലിക്ക് പോകാൻ, ഭർത്താവിന് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോവുക, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടി അനേകം വർഷം കഷ്ടപ്പെട്ട അമ്മമാരാണ് എൻ്റെ മുമ്പിലുള്ളത്. ആ അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഏറെ സന്തോഷമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലും അതിലേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നാദബ്രഹ്മം ഫൗണ്ടേഷനെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള അമ്മമാരെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് ഇന്നിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ഡിവിഷനിൽ നിന്ന് വന്ന 3ഓളം അമ്മമാർ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവരെയെല്ലാം തേടിപ്പിടിച്ച് ഇങ്ങനെ ഈ സുദിനത്തിൽ തന്നെ, മാതൃദിനത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച നാദബ്രഹ്മം ഫൗണ്ടേഷനെ, അതിൻ്റെ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ ഭാരവാഹികളെ, പ്രത്യേകിച്ച് അധ്യക്ഷ ശ്രീമതി സുധാ ബിന്ദുവിൻ്റെ ടീമിനെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിനോടൊപ്പം ഇവിടെ ഇന്ന് ആദരിക്കുന്ന അമ്മമാർ, പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പത്മശ്രീ ദേവകി അമ്മ കൊല്ലങ്കൽ തപോവനം, അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു തൈ വെച്ചാരംഭിച്ച് 4 ഏക്കർ ഭൂമിയിൽ ഏകദേശം 3000-ഓളം സസ്യജാലങ്ങൾ സംരക്ഷിച്ചു പോകുന്ന ഒരു മുത്തശ്ശിയാണ് പത്മശ്രീ ദേവകിയമ്മ. പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടുന്ന പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മോഹിനിയാട്ടം എന്ന കലയെ ഇത്രയധികം ജനകീയമാക്കിയത് ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതിയാണ്. ഇവരോടൊക്കെ ഒരുമിച്ച് ഒരു വേദി പങ്കിടാൻ സാധിച്ചു തന്നെ. കാരണം 2 പത്മശ്രീയുടെ അടുത്തിരുന്നിട്ടാണ് ഞാൻ ഈ വേദി ഇന്ന് പങ്കിട്ടത്. അത് എൻ്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത അനുഭവമായി ഞാൻ കരുതുന്നു. അതുപോലെ ശ്രീമതി രേണു ശ്രീരഞ്ജ്, അവരെയും എനിക്ക് നേരത്തെ വേറൊരു പരിപാടിയിൽ കണ്ട് പരിചയമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ സുദിനത്തിൽ മാതൃവന്ദനം, അല്ലെങ്കിൽ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാ അമ്മമാരെയും എൻ്റെ തല കുനിച്ച് ഞാൻ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.